എന്തെങ്കിലും വന്നൊന്ന് കഴിക്ക്. ഒന്നുമില്ലെങ്കിലും കുഞ്ഞിനെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്ക്. ഞാൻ കഴിച്ചോളാം. മോളെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലമ്മേ. വെറുതെ പറയരുത്. എനിക്ക് പ്രായം കുറച്ചായല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട എനിക്ക് മനസ്സിലാവും നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് തുറന്നു പറ. ഈ അവസ്ഥയിൽ വെറുതെ ഓരോ വിഷമങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കരുത്. ഒന്നുമില്ലമ്മേ. നീ എങ്കിലും പറയടാ. ചേട്ടനൊന്നും പറയാൻ പോകുന്നില്ല അമ്മേ. അമ്മ വിചാരിക്കുന്നത് പോലെ ഇവര് തമ്മിലുണ്ടായത് ചെറിയ പ്രശ്നമൊന്നും അല്ല. ഇവര് രണ്ടുപേരും ഇനി ഒരിക്കലും അടുക്കാൻ പറ്റാത്ത വിധം അകന്നു കഴിഞ്ഞമ്മേ. അപ്പോ നിനക്ക് ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? അറിയാം. എന്താ കാര്യം? ഗിരിയേട്ടൻ ഇവളെ കല്യാണം കഴിച്ചപ്പോ അമ്മ സ്വയം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എങ്ങനെയാണ് ഗിരിയേട്ടനൊരു പോലീസുകാരിയെ കല്യാണം കഴിക്കാൻ മനസ്സ് വന്നതെന്ന്. ഞാൻ വിചാരിച്ചത് അതിന് കാരണം പ്രേമമാണെന്നാ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അതിന് കാരണം കുറ്റബോധമാണെന്ന്. കുറ്റബോധോ? ഇവനെന്തിനാ കുറ്റബോധം തോന്നേണ്ടത്? ഞങ്ങളുടെ അച്ഛനെ കൊന്നതിന് മാധവനോട് ഗിരിയേട്ടൻ പ്രതികാരം ചെയ്തു. അയാളെ കൊന്നത് ഗിരിയേട്ടനാ. പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോടാ? നീയാണോ മാധവനെ കൊന്നത്? ഒരിക്കലും ഇല്ലമ്മേ. വെറുതെ വായി തോന്നുന്നൊക്കെ അവള് വിളിച്ചു പറയാ. വെറുതെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട ഗിരിയേട്ട. ആശുപത്രിയിൽ വെച്ച് പീതാംബരനുമായി ഗിരിയേട്ടൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ ഇവൾ എന്തുകൊണ്ടാ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കാത്തെന്ന്? ഇവൾക്ക് ഈ കുഞ്ഞിനെ വേണമെന്നില്ല. സ്വന്തം അച്ഛന്റെ കൊലയാളിയുടെ കുഞ്ഞിനെ 10 മാസം ചുമന്ന് പ്രസവിക്കാൻ ഏതെങ്കിലും പെൺകുട്ടിക്ക് താല്പര്യം ഉണ്ടാവോ? സ്വപ്നെ, വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് ഒരിക്കലും കളിക്കില്ല. ഇവള് പറഞ്ഞതല്ല അനാവശ്യമാണോടാ? നിന്റെ അച്ഛന്റെ മരണത്തിൽ ഗിരിക്ക് പങ്കുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇവളുടെ അച്ഛനെ കൊന്നത് ഗിരിയേട്ടൻ തന്നെയാ. ഭാഗ്യം ഡാഡിയാണ് അയാളെ കൊന്നതെന്ന് ഇവൾക്ക് മനസ്സിലായിട്ടില്ല. നീ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെ ശരിയാവാ? എന്തെങ്കിലും ഒന്ന് പറ. ഞാനല്ല മാധവൻ സാറിനെ കൊന്നത്. ഈശ്വര, ഇവൻ ഡാഡിയെ ചതിക്കോ? പക്ഷേ അദ്ദേഹത്തിന്റെ ബോഡി റോഡിൽ കൊണ്ടുപോയിട്ടിട്ട് അത് ആക്സിഡന്റ് സംഭവിച്ചതുപോലെ വരുത്തി തീർത്തത് ഞാനാ. ഗിരിയേട്ടനല്ല കൊലപാതകം ചെയ്തെങ്കിൽ പിന്നെ എന്തിനാ ബോഡി കൊണ്ടുപോയി റോഡിലിടുന്നത്? വേറെ വല്ലവരും ചെയ്ത കൊലപാതകം മൂടി വെക്കേണ്ട എന്താവശ്യമാണ് ഗിരിയേട്ടനുള്ളത്? കാരണം ഒന്നും ചോദിക്കരുത്. പക്ഷെ ഞാൻ ആരെയും കൊന്നിട്ടില്ല, അത് സത്യം. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. തെറ്റാണെന്നറിയാം. അതിന് എത്ര വലിയ ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറുവാ. പക്ഷെ ഇവൾ അതിന്റെ പേരിൽ ആരും ക്രൂശിക്കരുത്. ഇവക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്നുള്ളത് സത്യമാ. അത് സ്വാഭാവികമല്ലേ? പക്ഷെ ആ ദേഷ്യം ഞങ്ങളുടെ കുഞ്ഞിനോട് ഒരിക്കൽ പോലും ഇവൾ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. അതെനിക്ക് ഉറപ്പാ. നമുക്ക് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവാം. റെസ്റ്റ് എടുക്കട്ടെ. അതേക്ക് പോ.